അച്ചാർ ജാർസ്, ജാം കണ്ടെയ്നേഴ്സ് കൂടാതെ നിങ്ങളുടെ വീടുകളിലോ കടകളിലോ ഒക്കെ കാണുന്ന മറ്റെല്ലാത്തരം പാത്രങ്ങളും PET ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ മാസവും 1.5 ലക്ഷം രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സായി ഇത് മാറിയിട്ടുണ്ട്. ഈ ബിസിനസിന്റെ മുഴുവൻ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാം, ഏതൊക്കെ മെഷീനുകൾ ആവശ്യമാണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരിക്കും, എത്രമാത്രം പവർ കണക്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്, എത്ര സ്ഥലം വേണം, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കും. അതിനാൽ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് PET ജാർസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, PET എന്ന് പറയുന്നത് ഒരു അൺബ്രേക്കബിൾ വസ്തുവാണ്. രണ്ടാമതായി, ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. അതിനാൽ ഈ കണ്ടെയ്നറിന്റെ മൊത്തം നിർമ്മാണ ചെലവ് വളരെ കുറവായിരിക്കും. മൂന്നാമത്തെ പ്രയോജനം, PET ഫുഡ് സേഫും ട്രാൻസ്പെറന്റുമാണ്. ഇതുമൂലം മറ്റു വസ്തുക്കളെക്കാൾ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി PET 100% റീസൈക്കബിൾ ആണ്. ഈ ഗുണങ്ങളെല്ലാം കാരണം വെള്ളവും കോൾഡ് ഡ്രിങ്ക്സും ഭക്ഷ്യ എണ്ണയും അച്ചാറും ജാമും പലഹാരങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും പലചരക്ക് സാധനങ്ങളും പോലെയുള്ള അവശ്യ വസ്തുക്കൾക്കെല്ലാം PET ജാറുകളും ബോട്ടിൽസും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വീടുകളിലാണെങ്കിൽ പഞ്ചസാരയും ഉപ്പും പയർവർഗ്ഗങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ മസാലയും ഡിറ്റർജന്റും കൂടാതെ വിവിധ പ്രോഡക്ട്സുകളും പാക്ക് ചെയ്യുന്നതിന് PET കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിന് എന്തുമാത്രം ഡിമാൻഡ് ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ഏതൊക്കെ മെഷീനുകൾ ആവശ്യമാണ് എന്ന് നോക്കാം. PET ജാറുകളും ബോട്ടിൽസും നിർമ്മിക്കുന്നതിന് മാർക്കറ്റിൽ ധാരാളം മെഷീനുകൾ അവൈലബിൾ ആണ്. എന്നാൽ ചില മെഷീനുകൾക്ക് ബോട്ടിൽസ് മാത്രമേ നിർമ്മിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജാറുകൾ നിർമ്മിക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 100 ml ചെറിയ ബോട്ടിൽ മുതൽ 5 ലിറ്ററിന്റെ വലിയ ജാറുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കും. കുപ്പിയുടെ കഴുത്തിന്റെ വലുപ്പം വളരെ ചെറുതായിരിക്കും. 20 mm കഴുത്തിന്റെ വലുപ്പത്തിൽ തുടങ്ങി 120 mm വലിയ കഴുത്തുള്ള ഭരണികൾ വരെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മെഷീൻ. ഇതിനെ PET ബ്ലോയിങ് മെഷീൻ എന്നാണ് വിളിക്കുന്നത്. ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ആക്സിലറി റിക്വയർമെന്റ് ഇവയാണ്: കംപ്രസർ, ചില്ലർ, ഡ്രയർ. കൂടാതെ നിങ്ങൾ ഏതാകൃതിയിലുള്ള പാത്രമാണോ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആകൃതിയിലുള്ള ഒരു മോൾഡും ആവശ്യമാണ്. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മെഷീന് വേണ്ടി നിങ്ങൾക്ക് ഏകദേശം 6 ലക്ഷം രൂപ ചിലവാകും. പല റേറ്റിലുള്ള മെഷീനുകളുണ്ട്. എന്നാൽ ഈ ഒരു മെഷീനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു റേറ്റ് ആകും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആക്സിലറി എക്യുപ്മെന്റിന് എല്ലാം കൂടി ഏകദേശം 4 ലക്ഷം രൂപയോളം നമുക്ക് ചിലവാകും. അതായത് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എത്ര പാത്രമാണ് നിർമ്മിക്കുന്നത്, ഏത് ഉൽപ്പന്നമാണ് നിർമ്മിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ ചെറിയ 200 ml ബോട്ടിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറിൽ 1000 ബോട്ടിൽസ് വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 2 ലിറ്റർ കണ്ടെയ്നറിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറിൽ 600 മുതൽ 700 വരെ കണ്ടെയ്നർ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റും. 1 ലിറ്ററിന്റെ ജാറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ മണിക്കൂറിൽ ഏകദേശം 300 ജാർസ് വരെ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഏരിയാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് വലിയൊരു സ്പേസ് ഒന്നും ആവശ്യമില്ല. 500 മുതൽ 600 വരെ സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും. മെഷീനും ജാർ മെറ്റീരിയൽസും അതുപോലെ ഫൈനൽ പ്രോഡക്റ്റും എല്ലാം നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റും. മാൻ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷിഫ്റ്റിൽ ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്പറേറ്ററും ഒരു ഹെൽപ്പറും ആവശ്യമാണ്. അതായത് ടോട്ടൽ 2 പേർ ആവശ്യമാണ്. പവർ കണക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 35 kV 3 ഫേസ് കണക്ഷൻ ആവശ്യമായിട്ട് വരും. ഇനി ഈ ഒരു കണ്ടെയ്നർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശ കാര്യങ്ങൾ പറയാം. PET കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടിൽസ് നിർമ്മിക്കുന്നതിനുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് PET പ്രീഫോം ആണ്. ഇത് ഇന്ത്യയിലുടനീളം വളരെ എളുപ്പത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങളുടെ ഫാക്ടറിയിൽ PET പ്രീഫോം എത്തിച്ചു തരുന്ന ധാരാളം വിതരണക്കാരുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായി PET പ്രീഫോം എടുത്ത് മെഷീനിന്റെ IR ഹീറ്റിലുള്ള കൺവെയർ സെക്ഷനിൽ വെച്ച് താപനിലയും മറ്റ് കാര്യങ്ങളും ക്രമീകരിച്ചാൽ മതി. പ്രീഫോം ചൂടായി പുറത്തു വരുമ്പോൾ അതിനെ എടുത്ത് മോൾഡിനുള്ളിൽ വെക്കാം. അതിനുശേഷം നിങ്ങൾ പ്രോസസ്സ് തുടങ്ങിയാൽ മതി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജാർസ് തയ്യാറായി കിട്ടും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങൾ എവിടെ നിന്നാണോ മെഷീൻ വാങ്ങുന്നത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിങ്ങുകളും കിട്ടും. ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓപ്പറേഷണൽ കോസ്റ്റ് എത്രയാകും, നിങ്ങളുടെ സെയിൽസ് പ്രൈസ് എന്തായിരിക്കും, എങ്ങനെയാണ് പ്രോഫിറ്റ് കണക്കാക്കുക എന്ന് നോക്കാം. നമുക്ക് 2 ലിറ്ററിന്റെ ഒരു കൺഫെക്ഷണറി ജാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനാവശ്യമായ പ്രീഫോമിന്റെ ഏകദേശ വെയിറ്റ് എന്ന് പറയുന്നത് 40 ഗ്രാം ആയിരിക്കും. ഇന്ന് പ്രീഫോമിന്റെ വില എന്ന് പറയുന്നത് കിലോയ്ക്ക് 100 രൂപ മുതൽ 130 രൂപ വരെയാണ്. നമുക്ക് 130 രൂപ വെച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രീഫോമിന്റെ വില 50 രൂപ 20 പൈസയാകും. ക്യാപ്പിന്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ സാധിക്കും. അതിന് 1 രൂപ 50 പൈസ ചിലവ് വരും. അപ്പോൾ നിങ്ങളുടെ മൊത്തം റോ മെറ്റീരിയലിന്റെ ചിലവ് എന്ന് പറയുന്നത് 6 രൂപ 70 പൈസയാകും. ഇനി പ്രൊഡക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ലിറ്റർ ജാറിന്റെ ഉൽപ്പാദനം മണിക്കൂറിൽ 600 ആണ്. നമ്മൾ 8 മണിക്കൂർ ഉൽപ്പാദനം കണക്കാക്കിയാൽ പോലും
പ്രതിദിനം 4800 ജാർസ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇനി വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ പ്രതിദിന ചിലവ് എത്രയാകുമെന്ന് നോക്കാം. 4800 പ്രീഫോമിന് 5 രൂപ 20 പൈസ നിരക്കിൽ നിങ്ങളുടെ ചെലവ് 24,960 രൂപയാകും. ക്യാപ്പിന്റെ ചെലവ് 7,200 രൂപയാകും. പവർ കൺസ്ട്രക്ഷൻ മണിക്കൂറിന് 12 യൂണിറ്റ് ആയിരിക്കും. ഒരു യൂണിറ്റിന് 10 രൂപ നിരക്കിൽ 8 മണിക്കൂറിന് നിങ്ങൾക്ക് 960 രൂപയാകും. മാൻ പവർ രണ്ടുപേർക്കും കൂടി നിങ്ങൾക്ക് ശരാശരി 1200 രൂപ വരെ കണക്കാക്കാം. ട്രാൻസ്പോർട്ടേഷൻ നോക്കുകയാണെങ്കിൽ ശരാശരി 1500 രൂപ നിങ്ങൾക്ക് പ്രതിദിന പ്രാദേശിക ട്രാൻസ്പോർട്ടേഷൻ ചെലവായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി ഓവർഹെഡ്സ് നമുക്ക് 2000 രൂപ കണക്കിലെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഒരു ഏകദേശ പ്രതിദിന ചെലവെന്ന് പറയുന്നത് ഏകദേശം 37,800 രൂപയോളം വരും. ഇനി നമുക്ക് റവന്യൂയും പ്രോഫിറ്റും നോക്കാം. ജാറിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9 രൂപയാണ്. നിങ്ങളുടെ പ്രതിദിന റവന്യൂ 4800 ജാറുകൾക്ക് 43,200 രൂപയാകും. ഇനി പ്രോഫിറ്റ് കണക്കാക്കുന്നതിന് വേണ്ടി റവന്യൂവിൽ നിന്ന് നിങ്ങൾക്ക് ചെലവ് കുറയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് പ്രതിദിനം 5,380 രൂപയാകും. ഇത് പ്രതിമാസം 25 പ്രവൃത്തി ദിവസങ്ങൾ വെച്ച് നമ്മൾ കണക്കാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്ലി പ്രോഫിറ്റ് നോക്കിയാൽ 1,34,500 രൂപയായിരിക്കും. അതായത് ഏകദേശം പ്രതിമാസം 1.5 ലക്ഷം രൂപ പ്രോഫിറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ നേടാൻ സാധിക്കും. ഈ ഒരു കണക്ക് പ്രകാരം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു 8 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കണക്ക് കൂട്ടൽ മനസ്സിലായി കാണും. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു സംശയം വന്നേക്കാം, ഇതെവിടെ വിൽക്കുമെന്ന്. പലരും മിക്ക വീഡിയോകളും കണ്ടതിന് ശേഷം കമൻ്റ് ഇടുന്നത് എങ്ങനെയാണ് എൻ്റെ മാർക്കറ്റിംഗ് എന്നാണ്. അവരെല്ലാം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. പൂർണ്ണമായിട്ടും കാണാത്തവരൊക്കെയാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് കാണുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അച്ചാറും ജാറുകളും ഒക്കെ നിർമ്മിക്കുന്ന ധാരാളം മാനുഫാക്ചേഴ്സ് നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകാം. കൺഫെക്ഷണറി ഉൽപ്പന്നങ്ങളും മിഠായികളും എന്നിവയൊക്കെ നിർമ്മിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവർക്ക് നിങ്ങൾക്ക് ബൾക്ക് ഓർഡറുകളിൽ ഇത് വിൽക്കാൻ സാധിക്കും. ഇത് കൂടാതെ നിങ്ങൾ മസാല ബ്രാൻഡുകളെ ലക്ഷ്യം വെക്കണം. ജാറുകളിൽ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രോഡക്റ്റിനെ പ്രീമിയം പൊസിഷനിൽ എത്തിക്കാനാകും, ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും കഴിയുമെന്നൊരു ആശയം നിങ്ങൾ അവർക്ക് മുന്നിൽ വെക്കണം. അപ്പോൾ പാക്കിങ്ങിൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പാക്കിങ്ങിൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം കൂടുതൽ വർദ്ധിക്കും. അവരിപ്പോൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഈ ഒരു ആശയം നിങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കാൻ തയ്യാറാകും. നിങ്ങൾക്കൊരു ലോയൽ കസ്റ്റമേഴ്സിനെ അങ്ങനെ ലഭിക്കുകയും ചെയ്യും. ഇതുകൂടാതെ നിങ്ങൾ വീടുകളിൽ വാങ്ങുന്ന ഗ്രോസറി ഐറ്റംസുകളും സ്റ്റേഷനറിയും ഒക്കെ സംഭരിക്കാൻ PET ജാർസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഹൗസ് ഹോൾഡ് സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ വിൽക്കുന്ന ഹോൾസെയിലേഴ്സിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അവർക്കത് വിൽക്കാൻ സാധിക്കും. ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഇന്ത്യ, ഇന്ത്യ മാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നതാണ്. ഈ പറഞ്ഞത് ഏതെങ്കിലും 3-4 എണ്ണം കിട്ടുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഉൽപ്പാദനം നടക്കുകയും നല്ല പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാം. പ്രതിദിനം 5000 കണ്ടെയ്നേഴ്സ് വിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. നിങ്ങൾക്ക് ധാരാളം ഓർഡേഴ്സുകൾ കിട്ടും. പക്ഷേ അതിനുവേണ്ടി തുടക്കത്തിൽ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൽ മത്സരം ഉണ്ടായിരിക്കും. മത്സരമില്ലാത്ത ഒരു ബിസിനസ്സുകളും ഇല്ല. അപ്പോൾ ഇത് തന്നെ ധാരാളം പേർ വിപണിയിൽ ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇത്തരത്തിലൊരു ബിസിനസ് ഉണ്ട് എന്നും ഇതിലൂടെ ഇത്രത്തോളം പ്രോഫിറ്റും കാര്യങ്ങളും എടുക്കാൻ പറ്റുമെന്നും ഇത്രത്തോളം ചിലവാകുമെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക, അതിനുശേഷം മാത്രം ചെയ്യുക. ഇത്തരത്തിൽ ഉള്ള ധാരാളം ബിസിനസ് ഐഡിയകൾ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് അത് കാണാവുന്നതാണ്. ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങൾ തുടർന്നും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.